ഞാനല്ല. അയ്യോ അതല്ല, ലോറി അടിച്ചടാ. ലോട്ടറി അടിച്ചു. നിനക്ക് ഒരു ലോട്ടറി പോലും എടുക്കാത്ത എനിക്ക് എങ്ങനെ ലോട്ടറി അടിക്കണം? അയ്യോ നീയല്ല, നിന്റെ അച്ഛനല്ലേ? നിന്റെ അച്ഛനാ ലോട്ടറി അടിച്ചത്. എന്റെ അച്ഛൻ പിതാംബരനെ ലോട്ടറി അടിച്ചു. എന്നോട് ഏജൻസിക്കാരൻ വിളിച്ചു പറഞ്ഞാണ് നിന്റെ അച്ഛന് ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന്. എന്നോട് നിന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടണല്ലോ. അയ്യോ ഞാൻ ഇന്ന് മുതൽ കോടീശ്വരൻ. ഞാനും അടിച്ചു ലോട്ടറി അടിച്ച 75 ലക്ഷം ഒരു കാറും. അച്ഛനടുത്ത് പറയട്ടെ, ഭയങ്കര സന്തോഷമായിരിക്കും. അല്ല വേറെ കുഴപ്പമുണ്ടല്ലോ. അച്ഛന് 2 അറ്റാക്ക് കഴിഞ്ഞ് 3ാമത്തെ അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കല്ലേ. ഇനിയിപ്പോ ഈ വാർത്ത എങ്ങാനും കേൾക്കുമ്പോ തന്നെ പെടഞ്ഞോടി ചത്തേണ്ടി. അയ്യോ അത് ശരിയാ. അങ്ങനെ ഒരു കാര്യം ചെയ്തോ, ഈ ലോട്ടറി വേണമെങ്കിൽ ഞാൻ എടുത്തോളാം. അങ്ങനെ എടുക്കണ്ട, വേണ്ട. ഞാൻ അച്ഛനെ മയത്തില് കാര്യങ്ങൾ പറഞ്ഞങ്ങ് ധരിപ്പിക്കാം. ശരിയാ, പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒറ്റടിക്ക് പറഞ്ഞു കഴിയുമ്പോഴാണ് എന്തെങ്കിലും വരുള്ളൂ. അതിന് ശരി. അപ്പൊ അതല്ല, നിന്റെ അച്ഛന് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ, ആ ഒരു താളത്തിൽ നിൽക്കണം മൊത്തത്തില്. അപ്പൊ ഞാൻ മയത്തിൽ പറഞ്ഞങ്ങ് വഹിക്കാം കേട്ടാ, അതാ നല്ലത്. ഞാനും വരാം. അച്ഛാ അതെ, എന്റെ അച്ഛനായതുകൊണ്ട് പറയല്ല, തങ്കപ്പെട്ട മനസ്സാണ്. തങ്കപ്പേട്ടന്റെ മനസ്സാ? തങ്കപ്പേട്ടന്റെ മനസ്സല്ല, തങ്കപ്പെട്ട മനസ്സുള്ള ഉടമസ്ഥനാണ്. കാര്യങ്ങൾ നീ വേണ്ട വിധത്തിൽ പതുക്കെ മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. ഇതൊക്കെ പറഞ്ഞ് മയത്തിലാക്കി ഈ സാധനം ഉണ്ടല്ലോ നമുക്ക് ചെലവാശാക്കി ഞാൻ റെഡിയാക്കി തരും. തങ്കമ്മേ, പട്ടീനെ അഴിച്ചു വിട്ടാടി. അച്ഛാ ഇതെന്തെടുക്കും ഇവിടെ? ചായ കുടിച്ചാച്ചാ? വേപ്പല ഈ കോപ്പല കറിക്കിടാൻ കൊള്ളാം. പക്ഷെ ഇവിടെ ഞാൻ വളർത്തുന്ന ചില ആൾക്കാരുണ്ട്, കറി വാങ്ങാൻ പോലും പറഞ്ഞിടാൻ കൊള്ളാം. ഈ വീടൊന്നും പറമ്പൊന്നും ക്ലീൻ ചെയ്യാനാ പോട്ടെ, ചെറിയൊരു കിണറല്ലേ ഇവിടെ ഉള്ളത്. അതിന്റെ അടിയിൽ ചെന്ന് അതിന്റെ ചെളി വാരി അതൊന്ന് വൃത്തിയാക്കിയിട്ട് നല്ല ശുദ്ധജലം കുടിച്ചുകൂടെ?